ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മേക്കേഴ്സ് ഡ്രീംസ്, അവർ ഡ്രീം ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഗ്രിൽഡ് അയില. ഗ്രിൽഡ് ചിക്കൻ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്, പക്ഷെ ഫിഷ് വെച്ചിട്ട് ഗ്രില്ല് ചെയ്യൽ കുറവാണ്. ഇത് നമ്മുടെ സാധാ അയില വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഗ്രില്ലിങ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അയില ഇതേപോലെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ക്ലീൻ ചെയ്ത് കഴുകി വാല വെച്ചിട്ടുള്ളതാണ്. നമുക്ക് കട്ട് ചെയ്യണതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ മസാല റെഡിയാക്കാനുള്ള മസാലക്കൂട്ടൊന്ന് നോക്കിയിട്ട് വരാം. എന്തൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്ന് നോക്കാം. കുറച്ച് സ്പൈസി ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്രില്ലിങ് ചെയ്യണത്. പ്രത്യേകിച്ച് അയിലയൊക്കെ ആവുമ്പോൾ ആ ഒരു മിളകോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് വേപ്പില, 1 വിരലിന്റെ വലുപ്പത്തിൽ ഇഞ്ചി, 20 ചുവന്നുള്ളി, 1 ചെറുനാരങ്ങ, 15 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂണ് ജീരകം, 1/4 ടീസ്പൂണ് കടുക്, 1/4 ടീസ്പൂണ് ഉലുവ, 25 വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. 5 അയിലയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാലയുടെ അളവാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് മീനിന്റെ കട്ടിങ് കണ്ടില്ലല്ലോ. അപ്പൊ കട്ടിങ് ക്ലീനിങ് ഒക്കെ കാണാം. അതിനായിട്ട് മീനിന്റെ വാൽഭാഗവും സൈഡ് ഭാഗമൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സാധാരണ പോലെ തന്നെ ആയത് കാരണമാണ് സ്പീഡിൽ കാണിക്കുന്നത്. പിന്നെ മീനിന്റെ വായയുടെ ഒരു ഭാഗം കൂടി ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇന്നത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് മുറിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു തലയുടെ ഭാഗം എത്തുമ്പോൾ കുറച്ചൊന്ന് കട്ടി വരും. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ശക്തിയിൽ ഒന്ന് അമർത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗവും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേപോലെ നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. ആ ഒരു എഡ്ജ് വരെ നമ്മൾ പരന്ന് കിടക്കുന്ന വിധത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി അതിൻ്റെ ഉള്ളിൽ ഉള്ള കുടൽ അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ മാറ്റി ക്ലീൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ പണി. അപ്പൊ ഇതേപോലെ ഒന്ന് മീൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താലാണ് ഗ്രില്ല് ചെയ്യുമ്പോൾ നന്നായി മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കുള്ളൂ. ഇനി നന്നായി കഴുകിയെടുത്ത് നല്ല ജലാംശമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് വാല വെച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. നമുക്ക് മീൻ കട്ട് ചെയ്യല് പല്ലാതെ ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിന്റെ മസാല റെഡിയാക്കാം. മസാലയ്ക്കായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി മുറിക്കണമെന്നൊന്നുമില്ല, അത് അങ്ങനെ തന്നെ നേരിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും കൂടി ഇതിൽ കിടന്നിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു ചൂടോടുകൂടി ആവുമ്പോഴല്ലേ നന്നായി അടിഞ്ഞു വരികയും അതിൻ്റെ ഒരു പച്ചമണം പോവുകയും ചെയ്യാം. അപ്പോൾ ആ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് വഴന്ന് വരുമ്പോൾ നമ്മുടെ പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോണ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടിയിട്ട് ഇതിലേക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പിൻ്റെ ഇല, കടുക്, ജീരകം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതിനൊന്ന് ചെറിയ ചൂട് ആറി വരുമ്പോൾ നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് അതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞു വയ്ക്കണം. ചെറുനാരങ്ങയുടെ കുരു പെടാതെ ശ്രദ്ധിക്കണം. അപ്പൊ ആ ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായി അതൊന്ന് അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നല്ല പേസ്റ്റ് ആയിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ ഉപ്പിടാൻ മറന്നു. അപ്പൊ ആവശ്യത്തിന് മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി പേസ്റ്റ് ഇതേപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമ്മുടെ മീനുമേ ഈ പേസ്റ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇതേപോലെ പിടിച്ച് തേക്കണമെങ്കിൽ നല്ല തിക്കായിട്ട് ഇരിക്കണം. എന്നാലാണ് ആ മീൻമ പിടിച്ചിരിക്കുക പേസ്റ്റ്. അല്ലെങ്കിൽ അത് പോവും പെട്ടെന്ന് വറക്കുമ്പോൾ. ഇതേപോലെ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ അത് ഒലിച്ചിറങ്ങാനൊക്കെ സാധ്യതയുണ്ടല്ലോ. ഇതാവുമ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് ഉള്ളത്, തിക്ക് പേസ്റ്റ് ആയിട്ടുള്ളത് നന്നായി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. മിനിമം ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കാട്ടോ വൃത്തിയാക്കിയതിന് ശേഷം. അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ ഇതേപോലെ എല്ലാത്തുമ്മേ നന്നായി അത് തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഇത് നമ്മൾ ഓവണിലെ ഗ്രിൽഡ് മോഡിൽ ഇട്ടിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഓവണിൽ വെക്കണമെന്ന് കാണിക്കുന്നുണ്ട്. അതെല്ലാം ഇനി ഓവണില്ല, അതിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്റ്റൗവിൽ വെറുതെ ഫ്രൈ ചെയ്തെടുക്കണമെന്നും കാണിക്കുന്നുണ്ട്.
ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഈ മസാല ചേർത്തിട്ട് ചെയ്യുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഓവനിലെ സെറ്റിങ്സ് നോക്കാം അതിൽ വെക്കാനുള്ള രീതി. നമ്മൾ ഈ ഒരു ട്രേയിൽ നമ്മുടെ തക്കാളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലാണ് മീൻ വെച്ച് കൊടുക്കുന്നത്. വെറുതെ ജസ്റ്റ് ഒന്ന് തക്കാളി മീൻ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി വെച്ച് കൊടുക്കുന്നത്. ഓവനിലെ ഗ്രിൽ മുകളിലിട്ടിട്ട് 120 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ 10 മിനിറ്റ് ആണ് ഫസ്റ്റ് ഒരു സൈഡ് നമ്മൾ വെക്കുന്നത്. ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് 2 കയ്യിൽ വെച്ചിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പൊടിയാണ്ടെ ശ്രദ്ധിച്ചിട്ട് നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു തക്കാളിയുടെ മുകളിൽ തന്നെ ആവണ വിധത്തിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു നേരം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റൗവിൽ വെക്കാളെന്ന് വെക്കാം. ഒരു പാനിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതേപോലെ തന്നെ പരത്തിയിട്ടിട്ട് നമുക്കത് വറുത്തെടുക്കാം. ഈസി ആയിട്ട് 2 എണ്ണം നമ്മളിവിടെ വറുത്തെടുക്കാനും വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മസാലയും ആ ഒരു പരന്നിട്ട് ആ ഒരു അയിലേമയ്ക്ക് നന്നായിട്ട് പിടിച്ച് വരുന്ന കാരണം നല്ല ടേസ്റ്റ് ആണ്. ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ഇതും അതേപോലെ ശ്രദ്ധിച്ചിട്ട് അതൊന്ന് മറിച്ചിട്ടെടുക്കുക. അപ്പൊ നമ്മുടെ ഓവനിൽ വെച്ചതും പാനിൽ വെച്ചതും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓവനിൽ നമ്മൾ 10 മിനിറ്റ് വെക്കുക, അത് മറിച്ചിടുക, പിന്നത്തെ 10 മിനിറ്റ് അപ്പുറത്തെ സൈഡ്, അങ്ങനെയാണ് നമ്മൾ ഓവനിൽ വെക്കണത്. ഇതാ പാനിൽ വെച്ചതാ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിൽ സൈഡിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടും ഓയിലൊന്നും ഉപയോഗിക്കാണ്ട് ഗ്രിൽ ചെയ്തെടുത്ത നമ്മുടെ ഗ്രിൽഡ് അയിലയാണ് നമ്മൾ വെക്കാൻ പോണത്. അതിലുള്ള ഒരു തക്കാളി നന്നായി വെന്തിട്ടുള്ളത് ഇതിന്റെ കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. ജസ്റ്റ് അതിന്റെ കൂടെ തന്നെ കഴിക്കാം. മുളകും ഇതൊന്നും ഇല്ല, പക്ഷെ ആ ഒരു മീനിന്ന് വന്നിട്ടുള്ള ആ ഒരു മസാലയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ചെറുതായിട്ട് അതിലുണ്ടാവും. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ കുറച്ചൊന്ന് സാലഡൊക്കെ വെച്ച് കഴിക്കുകയാണ്. ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ സൂപ്പറാണ്. നല്ല എരിവൊക്കെ ഉള്ളത് കാരണം ലാസ്റ്റ് ഇതിന്റെ മുകളിൽ കുറച്ചും കൂടി ഒന്ന് പുളി വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞൊഴിക്കുക.